ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മോംസ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഗർഭകാലത്തിൻ്റെ 5ാമത്തെ ആഴ്ചയിൽ അമ്മയുടെ ശരീരഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും കുഞ്ഞിൻ്റെ വളർച്ചയുമാണ്. അപ്പോൾ എല്ലാ തവണയും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. 5ാമത്തെ ആഴ്ചയിൽ കുഞ്ഞിൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് തുടങ്ങുന്നതും ഹൃദയത്തിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യാൻ തുടങ്ങുന്നതും ഈ സമയത്താണ്. അതുപോലെ തന്നെ മെയിൻ പാർട്സ് ആയിട്ടുള്ള വൃക്കയും കരളും പിന്നെ മുഖവും എല്ലാം ഈ സമയത്താണ് രൂപപ്പെടുന്നത്. മുഖത്തിലെ കണ്ണുകളും ചെവിയും എല്ലാം ഈ സമയത്ത് ചെറിയൊരു ഡോട്ട് പോലെ മാത്രമേ കാണാൻ സാധിക്കൂ. അതുപോലെ കുഞ്ഞിൻ്റെ കൈകാലുകൾ ചെറിയൊരു മുട്ട് പോലെയും കാണാൻ സാധിക്കും. കുഞ്ഞിനാവശ്യമായ പോഷകങ്ങൾ യോഗ് സാക്ക് വഴിയാണ് കുഞ്ഞ് വലിച്ചെടുക്കുന്നത്. പിന്നെ ന്യൂറൽ ട്യൂബ്സ് ആയിട്ട് സ്പൈനൽ കോഡും തലച്ചോറും കണക്ട് ചെയ്യുന്നതും ഈ സമയത്താണ്. ഒരു ആപ്പിൾ സീഡിൻ്റെ വലുപ്പമാണ് കുഞ്ഞിൻ്റെ സൈസ് എന്ന് പറയുന്നത്. 5ാമത്തെ ആഴ്ചയിലുള്ള കുഞ്ഞിനെ നമ്മൾ എംബ്രിയോ എന്ന് പറയുന്നു. ഈ സമയത്ത് കുഞ്ഞിന് 0.05 ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ HCG ലെവലും കൂടുതലായിരിക്കും. 200നും 7000 മില്ലി ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ മില്ലി യൂണിറ്റിലും ആയിരിക്കും HCG ലെവൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് കാണിക്കും. ഈ 5ാമത്തെ വീക്കിലാണ് നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നതെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറിനെ പോയി കണ്ട് പ്രീനേറ്റൽ വൈറ്റമിൻസ് കഴിക്കേണ്ടതാണ്. അതായത് അയൺ, ഫോളിക് ആസിഡ് പോലെയുള്ള ടാബ്ലറ്റ്സ് കഴിക്കാൻ ശ്രമിക്കുക. ഇനി ഈ 5ാമത്തെ വീക്കിൽ അമ്മമാരിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ലക്ഷണമെന്ന് പറയുന്നത് പീരീഡ്സ് മിസ്സാകുക എന്നതാണ്. പിന്നെ ചിലർക്ക് ക്ഷീണവും തളർച്ചയും കൂടുതലായിരിക്കും. ബ്രസ്റ്റ് പെയിൻ കൂടുതലായിരിക്കും. വോമിറ്റിംഗ് ഒക്കെ കൂടുതലായിരിക്കും. ഈ ടൈമിൽ ബോഡി ടെമ്പറേച്ചറും കൂടുതലാകാൻ സാധ്യതയുണ്ട്. പിന്നെ മൂഡ് സ്വിങ്സ്, അതായത് ദേഷ്യവും വാശിയുമൊക്കെ കൂടുതലായിരിക്കും. ഈ സമയത്ത് ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ പറയും. അതായത് തൈറോയിഡ്, റൊട്ടീൻ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ പറയും. ഡോക്ടറിനെ കാണാൻ ചെല്ലുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ അബോർഷൻസ് ഉണ്ടായവരാണെങ്കിലോ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരിക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യം ഉള്ളവരാണെങ്കിലോ അത് നേരിട്ട് ഡോക്ടറിനോട് കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അത് ഭാവിയിൽ കുഞ്ഞിനുണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങൾക്കൊക്കെ പ്രതിവിധി ഡോക്ടർ പറയുന്നതായിരിക്കും. ഈ ടൈമിൽ നമ്മുടെ വയറിന് വലിയ രീതിയിലുള്ള വലിപ്പ വ്യത്യാസമൊന്നും ഉണ്ടാകില്ല. എന്നാൽ ഗ്യാസ് കെട്ടാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ചെറിയ തോതിൽ വെയിറ്റും കൂടാറുണ്ട്. ഇനി വെയിറ്റ് കൂടിയില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കണ്ട. കാരണം ചിലർക്ക് ക്ഷീണവും വൊമിറ്റിങ്സും ഒക്കെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വെയിറ്റ് കൂടാൻ സാധ്യത കുറവാണ്. ഈ ടൈമിൽ സാധാരണ ഡോക്ടേഴ്സ് സ്കാനിങ്ങൊന്നും പറയില്ല. എന്നാൽ സ്കാനിങ്, അൾട്രാസൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യോഗ് സാക്കും ഗെസ്റ്റേഷണൽ സാക്കും ഒക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ട്രാൻസ്വജൈനൽ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ കേൾക്കാൻ സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, പച്ചക്കറികൾ, ഇലക്കറികൾ, പഴവർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പാല്, മുട്ട എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ഈ ടൈമിൽ കഴിക്കേണ്ടത്. പിന്നെ ജങ്ക് ഫുഡ്, അതായത് പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇടയ്ക്കിടെ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. കാരണം ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഈ സമയത്ത് കൂടുതലായിരിക്കും. നമ്മുടെ വായ, അതായത് ഓറൽ ഹൈജീൻ കൂടുതലായിരിക്കണം. കാരണം മോണരോഗങ്ങൾ, അതായത് മോണപഴുപ്പ് പോലെയുള്ള അസുഖങ്ങളൊക്കെ ഈ സമയത്ത് ഗർഭിണികളിൽ കാണപ്പെടാറുണ്ട്. പിന്നെ ഉറക്കം മസ്റ്റാണ്. 8 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഉറങ്ങാൻ ശ്രമിക്കുക. പിന്നെ വെയിറ്റ് ഒത്തിരി എടുക്കുന്നത് അപകടമാണ്. ഈ സമയത്തെന്നല്ല, ഫസ്റ്റ് ഒരു 3 മന്ത് വരെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. അതുകൊണ്ട് ബി കെയർഫുൾ ആയിട്ടിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും എനിക്കുണ്ടായിരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ടാറ്റാ.